നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. വളർച്ചയിൽ പുരോഗതി. മിനി ബ്രെയിനുകളുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിൽ നിർണായക നേട്ടവുമായി ഗവേഷകർ. ലാബുകളിൽ വളർത്തുന്ന മിനി ബ്രെയിനുകളുടെ വളർച്ചയിൽ പുരോഗതി കണ്ടെത്തി. സഹോദരങ്ങൾ വെന്തുമരിച്ചു. കൌണ്ടി സ്ലൈഗോയിൽ വീടിന് തീപിടിച്ച് സഹോദരങ്ങൾ വെന്തുമരിച്ചു. 80 വയസ്സ് പ്രായം തോന്നുന്ന 2 പുരുഷന്മാരാണ് മരിച്ചത്. പള്ളികൾക്ക് നേരെ ആക്രമണം. ക്രിസ്തുമസ് ദിനത്തിൽ നോർത്തൺ അയർലൻഡിൽ പള്ളികൾക്ക് നേരെ ആക്രമണം. അർമാഗം, മൊനാഗൻ എന്നീ കൌണ്ടികളിലാണ് സംഭവം. പോലീസുകാർക്ക് നേരെ ആക്രമണം. വടക്കൻ അയർലൻഡിൽ സെന്റ് സ്റ്റീഫൻസ് ദിനത്തിൽ പോലീസുകാർക്ക് നേരെ പരക്കെ ആക്രമണം. വ്യത്യസ്ത സംഭവങ്ങളിലായി 14 പോലീസുകാർക്ക് മർദ്ദനമേറ്റു. ഐറിഷ് പ്രധാനമന്ത്രി മിഹോൾ മാർട്ടിനെ വിമർശിച്ച് റയാനെയർ ചീഫ് എക്സിക്യൂട്ടീവ് മൈക്കിൾ ഓലിയറി. മിഹോൾ മാർട്ടിനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ലെന്നും ലിയറി. കൌണ്ടി ടൗണിൽ 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുടെ പുതിയ ചിത്രം പുറത്ത്. ബംഗോറയിലെ കോണിസ്റ്റൺ റോഡ് മേഖലയിലെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രമാണ് പോലീസ് പുറത്തുവിട്ടത്. പുതുവർഷത്തെ വരവേൽക്കാൻ ക്ലെയർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷം ജനുവരി 3 നടക്കും. ഓസ്ട്രേലിയയിൽ മരിച്ച ഐറിഷ് അധ്യാപികയുടെ സംസ്കാരം വ്യാഴാഴ്ച മീത്തിലെ പള്ളിയിൽ. 28 വയസ്സുള്ള സാറ ഹാൽപെന്നിയാണ് മരിച്ചത്. പോർട്ടലീഡ് സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയിൽ എൽദോ പെരുന്നാൾ നടന്നു. ഈ മാസം 24-നായിരുന്നു പരിപാടി. താമസ സ്ഥലം ലഭിക്കാത്തതിനെ തുടർന്ന് കടുത്ത മനോവിഷമത്തിൽ ഗാൽവേ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. വ്യോമതാവളം തകർന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമതാവളം തകർന്നതായി പാക് പ്രധാനമന്ത്രി. റാവൽപിണ്ടിയിലെ ചക്ലാലയിലുള്ള നൂർഖാൻ വ്യോമതാവളത്തിനാണ് നാശനഷ്ടമുണ്ടായത്. യുദ്ധം ഉടൻ അവസാനിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു പ്രതികരണം. പരിഹസിച്ച അമിത്ഷാ. രാഹുൽ ഗാന്ധി തോൽക്കുന്നതിൽ മടുക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിങ്ങൾക്കിനിയും നഷ്ടപ്പെടാനുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഒപ്പുവയ്ക്കാതെ കേരളം. ഇനി മുതൽ നഗരസഭകളിലെ ഭവന പദ്ധതികൾക്ക് കേന്ദ്ര ഫണ്ട് ലഭിക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ജയസൂര്യയെ ചോദ്യം ചെയ്തു. നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്തു. സേവ് ബോക്സ് ഓൺലൈൻ ലേല തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യൽ. മന്ദാനയ്ക്ക് റെക്കോർഡ്. വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റെക്കോർഡുമായി ഇന്ത്യൻ താരം സ്മൃതി മന്ദാന. ഏറ്റവും വേഗത്തിൽ 10,000 റൺസ് തികച്ച വനിതാ താരമെന്ന നേട്ടമാണ് മന്ദാന സ്വന്തമാക്കിയത്. ലങ്കയ്ക്ക് തോൽവി. വനിതാ T20 പരമ്പരയിലെ 4ാം മത്സരത്തിലും ശ്രീലങ്കയെ തോൽപ്പിച്ച ഇന്ത്യ. 30 റൺസിനാണ് ഇന്ത്യയുടെ വിജയം. അയർലൻഡിൽ നേരിയ മഴ. അയർലൻഡിൽ മേഘാവൃതമായ അന്തരീക്ഷം. രാജ്യത്ത് നേരിയ തോതിൽ മഴ ലഭിക്കാം. നാളെ മുതൽ മഴ. കേരളത്തിൽ ചൊവ്വാഴ്ച മുതൽ മഴ. വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.